പി ജയരാജനെ പുകഴ്ത്തി കണ്ണൂരിൽ ഫ്ലെക്സ് ബോർഡുകൾ. തൂണിലും തുരുമ്പിലും ദൈവമെന്ന പോലെ മണ്ണിലും ജനമനസ്സിലും എന്നെന്നും നിറഞ്ഞു നിൽക്കും ഈ സഖാവ് എന്നാണ് ഫ്ലെക്സിലെ വാചകം. CPIM ശക്തി കേന്ദ്രങ്ങളായ കാക്കോത്ത്, RV മെട്ട ഭാഗങ്ങളിലാണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. സുമേഷ് മൊറാഴ ചേരുന്നു. സുമേഷ്, പാർട്ടി കോൺഗ്രസ് പിന്നിട്ടതേ ഉള്ളൂ. സമീപ ദിവസങ്ങളിലൊന്നും ഈ പി ജയരാജനുമായി ബന്ധപ്പെട്ട നീക്കങ്ങളൊന്നും CPM രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടതിന്റെ രാഷ്ട്രീയം? സജിത്ത്, CPM ശക്തി കേന്ദ്രമായ കക്കോത്ത്, RV മെട്ട എന്നീ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഈ പി ജയരാജനെ പ്രവർത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിട്ടുള്ളത്. ഈ ഫ്ലക്സ് ബോർഡിൽ പ്രധാനപ്പെട്ട വാചകം സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തൂണിലും തുരുമ്പിലും ദൈവമെന്ന പോലെ ജനമനസ്സിലുള്ള സഖാവ് എന്നാണ് ഇതിന്റെ വാചകം. റെഡ് യങ് കക്കോത്ത് എന്ന പേരിലാണ് ഈ ഇത്തരം ഒരു ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ഇന്നലെയാണ് ഈ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞത്. ഈ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ഉടൻ തന്നെയായിരുന്നു ഇത്തരം ഒരു ഫ്ലക്സ് ബോർഡുകൾ വന്നിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. സംസ്ഥാന സമ്മേളനത്തിൽ ഈ പി ജയരാജന് വേണ്ട വിധത്തിൽ പരിഗണന ലഭിച്ചിരുന്നില്ല. അന്ന് തന്നെ ഈ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഇതൊരു അവർക്ക് നിരാശ ഉണ്ടായിരുന്നു. ഇവരെ പി ജയരാജൻ ആരാധിക്കുന്ന പാർട്ടി പ്രവർത്തകരുണ്ട്. അന്ന് ഈ പി ജയരാജൻ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമെന്നുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു. എന്നാൽ പി ജയരാജൻ സെക്രട്ടറി എത്തിയില്ല, വേണ്ട വിധത്തിൽ പരിഗണന ലഭിച്ചില്ല. പിന്നീട് പാർട്ടി കോൺഗ്രസിലും ഈ വേണ്ട വിധത്തിൽ പി ജയരാജന് പരിഗണന ലഭിച്ചില്ല. ഇതിൽ സ്വാഭാവികമായിട്ട് ഒരു നിരാശയുള്ള പാർട്ടി പ്രവർത്തകരുണ്ട്. ഈ പാർട്ടി പ്രവർത്തകരാണോ ഇതിന്റെ പിറകിൽ എന്നാണ് ഇപ്പോൾ പാർട്ടി പരിശോധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഈ വാഴ്ത്തുപാട്ടുകളും അതുപോലെ തന്നെ ഈ PJ ആർമി സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഈ പി ജയരാജന് വേണ്ടി ഇത്തരം സമയങ്ങളിലൊക്കെ ഈ പി ജയരാജന് വേണ്ടി പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി ഈ മുന്നിൽ വന്നിട്ടുള്ള പ്രവർത്തകരുണ്ട്. അത്തരം ആളുകൾ തന്നെയാണോ ഇത്തരം ഈ ഫ്ലക്സ് ബോർഡിന് പിന്നിൽ എന്നാണ് ഇപ്പോ പാർട്ടി പരിശോധിക്കുന്നത്. എന്തായാലും ഇതൊരു വിവാദമായ സ്ഥിതിക്ക് പാർട്ടി ഇത്തരം ഒരു ഇതിന്റെ പിറകിൽ ആരാണ്, പാർട്ടി പ്രവർത്തകരാണോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തി വരികയാണ്. ഏതായാലും ഈ അന്വേഷണ ഭാഗമായി പാർട്ടി പ്രവർത്തകർ തന്നെയാണ് ഈ ഫ്ലക്സ് ബോർഡിന് പിറകിൽ എങ്കിൽ അത്തരം ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സൂചിപ്പിച്ചതുപോലെ പി ജയരാജനെ അനുകൂലിച്ചുകൊണ്ട് മുമ്പും നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ്. അത് CPM രാഷ്ട്രീയത്തിലുണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതല്ല എന്നതാണ്. പ്രത്യേകിച്ച് കണ്ണൂർ CPM ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്.